നമ്മൾ കഴിഞ്ഞ ദിവസം പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വേർബ് എന്താണെന്നാണ് പഠിച്ചത്. വേർബിന്റെ രീതികൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. നിങ്ങൾ കുറേ പേര് നമ്മുടെ വീഡിയോ പലരിലോട്ടും എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടന്റെ അവിടെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ അടുത്ത 10-ാം തീയതി, മെയ് 10-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, ഏറ്റവും ബേസിക് ലെവൽ മുതൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ആകാൻ വേണ്ടി താല്പര്യമുള്ള, രാത്രിക്കാണ് 8 മണി മുതൽ 8:45 വരെയാണ് ടൈം ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും പണിയൊക്കെ തീർത്ത് ഇരിക്കാവുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ നമ്പർ തരുന്നുണ്ട്, നിങ്ങൾ അതിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ നൗൺ എന്താണ്, വേർബ് എന്താണ്, സബ്ജക്റ്റ് എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ആഡ്വേർബ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? ടെൻസസ് മാത്രം പഠിച്ചാൽ പോരെ? ഒരിക്കലും അല്ല കേട്ടോ. ടെൻസസിനേക്കാളും പ്രധാനപ്പെട്ടതാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളത് കേട്ടോ. പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെന്റൻസുകൾ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആഡ്വേർബ് എന്ന് പറയുന്നത് വേർബിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതായത് നമ്മൾ എന്താ പറയുക, ക്രിയാവിശേഷണം എന്ന് പറയും. ആഡ് വേർബ്, വേർബിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വേർബ്. ഓർത്ത് വയ്ക്കുക. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ വിശേഷിപ്പിക്കുന്നു, മറന്നുപോലെ. ആഡ് വേർബ് എന്നുള്ളത് വേർബിനെ വിശേഷിപ്പിക്കുന്ന ക്രിയാവിശേഷണമാണ് ആഡ്വേർബ് എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് വേർബ്. നിങ്ങൾ നോക്കൂ, ഹി റൺസ്, ഇതിൽ വേർബ് എന്ന് പറയുന്നത് റൺ ആണ് വേർബ്. അപ്പോൾ എനിക്ക് ഇനി പറയേണ്ട ഒരു കാര്യം, അവൻ ഓടി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ അവൻ ഓടുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്രയ്ക്കധികം പ്രധാനപ്പെട്ട. ഇനി അവൻ എങ്ങനെ ഓടി എന്ന് പറയണമെങ്കിൽ ഹി റൺസ് ക്വിക്ക്ലി എന്ന് വേണം. അവിടെ നമ്മൾ ചേർക്കുന്ന ഈ ക്വിക്ക്ലി എന്നുള്ളത് എന്താണ്? ആഡ്വേർബാണ്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഹി റൺസ് എന്ന്. പക്ഷേ അതല്ല, നമ്മുടെ സെന്റൻസിന് വലിപ്പം വേണമെങ്കിൽ, നമ്മുടെ സെന്റൻസ് യഥാർത്ഥ അർത്ഥത്തിലോട്ട് എത്തണമെങ്കിൽ ഹി റൺസ് ക്വിക്ക്ലി. ഈ ക്വിക്ക്ലി എന്നുള്ളത് എന്താണ്? ആഡ്വേർബാണ്. റൺ എന്നുള്ളത് എന്താണ്? വേർബാണ്. ഹി എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് അവിടെ റൺസ് വന്നത്? അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇനി ഷീ സ്പീക്സ്, അവള് സംസാരിക്കാറുണ്ട് അല്ലെ? അപ്പോൾ പക്ഷെ അത്ര അവസാനിച്ചു. ഇനി നമ്മളത് ഈ സ്പീക്സ് എന്നുള്ളത് എന്താവണം, എങ്ങനെയാണ് നമ്മൾ ആക്കണം. അപ്പൊ നമ്മൾ പറയും ഹി സ്പീക്സ് സ്ലോലി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, വേർബാണ് ഞാൻ പറഞ്ഞത്. റൺസ് എന്ന് പറയുന്നത് ഓടുന്നത് എങ്ങനെയാണ്, ഞാൻ അവളെ അല്ല പറഞ്ഞത്, അവനെയല്ല, വേർബിനെയാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ആഡ്വേർബ്. സ്ലോലി ആണ് ഓടുന്നത്, ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. ഇനി സംസാരം എന്ന പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്ലോലി, പതിയെ ആണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വേർബിനെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണമാണ് എന്ത്? ആഡ്വേർബ്. ഷീ ഈസ് ഹാപ്പി എന്ന് നമ്മൾ പറയും, സന്തോഷവതിയാണ്. പക്ഷെ കൂടുതൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് പറയണം? വെരി ചേർക്കും. ഷീ ഈസ് വെരി ഹാപ്പി. ഈ വെരി എന്താണ്? ആഡ്വേർബ് ആണ്. ക്ലിയർ ആയാലും? അതായത് സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്. ഈ വേർബ് എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് എന്ത്? ആഡ്വേർബ്. ക്ലിയർ ആയല്ലോ? ആഡ്വേർബ് അത്രയ്ക്കധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ വേർബിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഓരോ വേർബും എങ്ങനെയാണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വേർബ്, പക്ഷെ നമ്മൾ അവിടെ അറിയേണ്ട ഒരു കാര്യം എന്താണ്? വേർബ് അറിയാതെ ഒരിക്കലും നമുക്ക് ആഡ്വേർബ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേർബിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ വേർബ് ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ആഡ്വേർബ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ആഡ്വേർബ് നിങ്ങൾക്ക് പെട്ടെന്ന് തരാം, നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓരോ സെന്റൻസിലും ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്വിക്ക്ലി, സ്ലോലി, ഹാപ്പിലി, സാഡ്ലി, വെരി, ട്രൂ, ഓൾവേസ്,
ഓഫൺ. കാരണം ഇതൊക്കെ എന്താണ്, നമ്മൾ അപ്പുറത്ത് ചേർക്കുന്ന അത് കൂടുതൽ അങ്ങനെയാണ് എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഔട്ട്സൈഡ്, ദെയർ, അതൊക്കെ എന്താണ്, നമ്മളിപ്പോ പറയും ഷീ ഈസ് ഔട്ട്സൈഡ്. ഈസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വേർബിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ്, ഔട്ട്സൈഡ് ആണ്. അപ്പൊ അതെല്ലാം ആഡ്വർബ് ആണ്. പിന്നെ ഫാസ്റ്റ്, വെൽ, സൂൺ, യെസ്റ്റർഡേ, ടുഡേ, ഇതെല്ലാം എന്താണ്, ആഡ്വർബ് ആണ്. കാരണം നമ്മുടെ വേർബിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്, ആഡ്വർബ്. ഓർക്കുക, വേർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. നമ്മൾ വേണം ദ ചൈൽഡ് ഈസ് പ്ലേയിങ്, കുട്ടി കളിക്കുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കുകയാണ് എവിടെയാണ്, ദ ചൈൽഡ് ഈസ് പ്ലേയിങ് ഔട്ട്സൈഡ്. അവിടെ ഔട്ട്സൈഡ് എന്താണ്, ആഡ്വർബ് ആണ്. ക്ലിയർ ആയല്ലോ. ദ ചൈൽഡ് ഈസ് പ്ലേയിങ്. ചൈൽഡ് എന്താണ്, സബ്ജക്റ്റ് ആണ്. ഈസ് എന്താണ്, ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി ആണ്. പ്ലേ എന്താണ്, വേർബ് ആണ്. അപ്പൊ എവിടെയാ കളിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മൾ വേർബ് ആണ് ചോദിച്ചത്. അതെന്താണ്, ഔട്ട്സൈഡ് ആണ്. നമ്മുടെ പ്രവൃത്തികളെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്, ആഡ്വേർബ് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പൊ ക്രിയാവിശേഷണം, അതായത് ആഡ്വേർബ് എന്തിനാ പഠിക്കുന്നതെന്ന് പലരും ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മുടെ സെന്റൻസ് പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സെന്റൻസിന് നല്ലൊരു അർത്ഥം കൊടുക്കണമെങ്കിൽ ഇപ്പൊ ആഡ്വേർബ് എന്നല്ല കേട്ടോ, നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാം വേണം. ഇതെല്ലാം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു നല്ല ഇംഗ്ലീഷ് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ആഡ്വേർബ് ക്ലിയർ ആയോ? അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളിത് മറന്നു പോകരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കുറേ പേര് എന്നെ വിട്ടിട്ട് പോയിട്ടുണ്ട്. അതെന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം പോയതായിരിക്കാം, അത് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രം. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഓൾ എന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം മെയ് 10-ാം തീയതി, അത് ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, വീട്ടിലിരിക്കുന്നവരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർക്കെല്ലാം മനസ്സിലാവുന്ന രീതി ബേസിക് ലെവൽ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അത് നിങ്ങൾ കളയരുത്. നിങ്ങൾ രാവിലെ മുതൽ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ട് വൈകിട്ട് രാത്രിക്കല്ലേ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്ന ആ സമയം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.